ലൈറ്റ് കണ്ട ഇത്രയും സന്തോഷം ജീവിതത്തിൽ ആദ്യമായിട്ട്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് ഞങ്ങൾക്ക് ഒമാൻ എൻട്രി കിട്ടി. ഇനി വേണ്ടത് ഒരു ഒമാൻ സിമ്മാണ്. ബോർഡർ ക്രോസ് ചെയ്ത് ഫസ്റ്റ് കാണുന്ന ഷോപ്പിൽ നിന്ന് തന്നെ ഞങ്ങൾ സിം എടുത്തു. ഏകദേശം 50 ദിർഹംസ് ആണ് സിമ്മിനും 18 GB ഡാറ്റയ്ക്കും കോസ്റ്റ് ആയത്. ഞങ്ങൾ ദിർഹംസ് കൺവേർട്ട് ചെയ്ത് റിയാലാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഓൺ ദ വേയിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും ദിർഹംസ് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 10 ദിർഹംസ് ഈക്വൽസ് 1 ഒമാൻ റിയാൽ, അതാണ് എക്സ്ചേഞ്ച് റേറ്റ്. സോ ഇതാണ് നമ്മുടെ റൂട്ട് മാപ്പ്. അല്ലെങ്കിൽ നിന്ന് നേരെ ഇബ്രിന്ന് നിസ്വ റൂട്ട് വഴി തുംറൈത്ത്, അവിടുന്ന് സലാല. 1 വേ 2 വേ റോഡുകൾ മാറി മാറിയാണ് ഇനിയുള്ള യാത്ര. ഏകദേശം 120 km/h ആണ് ത്രൂ ഔട്ട് ദ സ്പീഡ് ലിമിറ്റ് വരുന്നത്. യാത്രയിലെ പ്രധാന പ്രശ്നമായിരുന്നു അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന മണൽക്കുന്നുകൾ. പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാക്കാൻ കാരണവും ഇവ തന്നെയാണ്. പെട്രോൾ പമ്പ് എത്തുമ്പോഴാണ് ഞങ്ങൾ വാഷ്റൂം യൂസ് ചെയ്തിരുന്നത്. പലതിൻ്റെയും അവസ്ഥ ശോചനീയമായിരുന്നെങ്കിലും ഇതെങ്കിലും കിട്ടിയല്ലോ എന്നാലോചിച്ച് ഞങ്ങൾ ആശ്വസിച്ചു. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മിറാജ് അല്ലെങ്കിൽ മരീചിക എന്ന ഒപ്റ്റിക്കൽ ഇല്യൂഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ നേരിട്ട് കാണാനും പറ്റി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചും ചെറിയ ബ്രേക്കൊക്കെ എടുത്തും ഏകദേശം 9:30 ആയപ്പോഴേക്കും ഞങ്ങൾ തുംറൈത്തിലെത്തി. രാത്രി ഏറെ വൈകിയതുകൊണ്ടും സലാലയിലേക്ക് ഇനിയും 1 hour ഡിസ്റ്റൻസ് ഉള്ളതിനാലും അവിടെ തന്നെയുള്ള ഒരു ഹോട്ടലിൽ ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു. സിംഗിൾ ബെഡ്റൂമാണ് ഞങ്ങൾ എടുത്തിരുന്നത്. പക്ഷേ 3 പേർക്ക് സുഖമായിട്ട് ഉറങ്ങാൻ അത് തന്നെ ധാരാളമായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടിയിരുന്നത് വളരെ നീറ്റ് ആൻഡ് സ്പേഷ്യസ് റൂമായിരുന്നു. സാധാരണ നമുക്ക് ഹോട്ടൽസിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ലൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. രാത്രി ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ തന്നെ സലാലയിലേക്ക് പുറപ്പെട്ടു.